ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 പച്ചക്കായ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പച്ചക്കായ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ വേവിച്ചെടുത്തിട്ടുള്ള കടല കുറച്ച് വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വന്നാൽ ഇതിന്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ കടുകും കൂടി പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ കളറ് മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. വെള്ളം നല്ലോണം വറ്റി വന്നാൽ ഈ മിക്സ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.